ദാ ഇതാണ് കംപ്ലൈന്റ്. ആദ്യം ഇങ്ങനെ ഒന്ന് ഫ്ലാഷ് ആവും. ഫ്ലാഷ് ആയി കഴിഞ്ഞാൽ ദാ ഈ സൈഡിൽ നിന്ന് ബ്ലാക്ക് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഇനി പുതുതായിട്ട് ടി വി വാങ്ങിക്കാൻ പോകുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മൊത്തം കണ്ടു നോക്കുക. അടിച്ചു പോയി ഗൈസ്, അടിച്ചു പോയി. നമ്മുടെ റെഡ്മി ടി വിക്ക് വീണ്ടും കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. ഇത് 65 ഇഞ്ചിന്റെ റെഡ്മി ടി വി ആണ്. ഇത് ഞാൻ വാങ്ങിച്ച സമയത്തും ഒരു 6 മന്ത്സ് യൂസ് ചെയ്യുന്നതിന് ശേഷവും ഞാനൊരു യൂസർ റിവ്യൂ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. വളരെ നല്ല റിവ്യൂ ആയിരുന്നു, കാരണം നല്ല പെർഫോമൻസ് ആയിരുന്നു ടി വി കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞ് കൃത്യമായിട്ട് അതിന്റെ വാറണ്ടി കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ ഒരു ബൂട്ട് കംപ്ലൈന്റ് വരുന്നുണ്ടായിരുന്നു. അതായത് ബൂട്ടായി വരുന്നില്ലായിരുന്നു. ടി വി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് ഓഫായി പോയി കഴിഞ്ഞാൽ പിന്നെ ഓൺ ആകത്തില്ലായിരുന്നു. അത് കമ്പനിയിൽ ചോദിച്ചപ്പോൾ ബോർഡൊക്കെ റീപ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഭാഗ്യത്തിന് ഇവിടെ അടുത്തൊരു ലോക്കൽ സെന്ററിൽ കൊടുത്ത് തന്നെ അത് വലിയ ചാർജ് ഇല്ലാതെ 12,000 രൂപ കമ്പനി പറഞ്ഞ സ്ഥാനത്ത് 2,000 അല്ലെങ്കിൽ 3,000 രൂപ സ്ഥാനങ്ങളിൽ തന്നെ അത് റെഡിയാക്കിയിരുന്നു. അതിന്റെ ഒരു വീഡിയോയും ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ രണ്ടാമത്തെ കൊല്ലത്തിലേക്ക് എത്തിയിരിക്കുന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പൊ അടുത്തൊരു കംപ്ലൈന്റ് ഇതിന് വന്നിരിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടി വി ഓൺ ആക്കി കഴിയുമ്പോഴത്തേക്ക് വലിയ കുഴപ്പമില്ല. ആദ്യത്തെ ഒരു 2-3 മിനിറ്റ്. ഇന്നലെ മുതൽ പുതിയൊരു കംപ്ലൈന്റ് വന്നിട്ടുള്ളത്, ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് വെച്ചിട്ട് ഇതൊന്ന് സ്റ്റക്കാവും. സ്റ്റക്കായി കഴിഞ്ഞാൽ ഒരറ്റത്തുനിന്ന് ഈ ഒരു ബ്ലാക്ക് ഏരിയ പോലെ വന്ന് ടി വി കംപ്ലീറ്റ് ബ്ലാക്ക് ആയി പോകുന്നു എന്നുള്ളൊരു പ്രശ്നമാണ് ഇതിന് പുതുതായിട്ട് വന്നിരിക്കുന്നത്. ഇതിപ്പോ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഓരോ വർഷം കഴിയും തോറും വീണ്ടും വീണ്ടും ഇതിന് കംപ്ലൈന്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ട് സെയിം ടി വി എടുത്തിരുന്നു. പക്ഷെ അവൻ ഒരു വർഷത്തിന് ശേഷവും ഇതുവരെ കംപ്ലൈന്റ് ഒന്നും വന്നിട്ടില്ല. സോ എനിക്ക് എപ്പോഴും നിങ്ങളുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഡ്മിയുടെയോ അല്ലെങ്കിൽ ഏത് ടി വിയും ആയിക്കോട്ടെ, വില കൂടിയ ടി വി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എക്സ്റ്റെൻഡഡ് വാറണ്ടി നിങ്ങൾ ഉറപ്പായിട്ടും എടുത്തിരിക്കണം. കാരണം എനിക്ക് ഇനീഷ്യലി ഇതിന് എക്സ്റ്റെൻഡഡ് വാറണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഇത് ക്ലിയർ ആയി പോയേനെ. ആക്ച്വലി റെഡ്മി അല്ലെങ്കിൽ MI പോലെയുള്ള ഒരു ബ്രാൻഡിനെ കുറിച്ചുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് ഞാൻ ഈ ഒരു ടി വി എടുത്തത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിവ്യൂസും എല്ലായിടത്തും കിട്ടുന്നുണ്ടായിരുന്നു. ഞാൻ യൂസ് ചെയ്യുന്ന ഫോണും ഒക്കെ റെഡ്മിയുടെയും MIയുടെയും ഒക്കെ തന്നെയാണ്. അതിനൊന്നും കുഴപ്പമില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഈ ടി വിയും വാങ്ങിച്ചത്. വാറണ്ടി പീരീഡിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. അതിനുശേഷമാണ് പ്രശ്നം വരാൻ തുടങ്ങിയത്. അതുകൊണ്ട് നിങ്ങൾ ഇനി പുതുതായിട്ട് ടി വി വാങ്ങിക്കാൻ പോകുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മൊത്തം കണ്ടു നോക്കുക. ഇതിന്റെ പുറകിൽ ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോസ് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അത് ഞാൻ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലുമായിട്ട് അതിന്റെ ലിങ്കുകളൊക്കെ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ എന്തൊക്കെ കംപ്ലൈന്റ്സ് ആണ് ഇതുവരെ വന്നിട്ടുള്ളത്, ഇപ്പൊ എന്തൊക്കെയാണ് കംപ്ലൈന്റ്സ് ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊക്കെ. ഞാനിപ്പോൾ ആദ്യം ഒരു കംപ്ലൈന്റ് വന്ന് അതൊരു 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ട് വീണ്ടും ഓൺ ആക്കുമ്പോഴത്തേക്ക് വീണ്ടും ഒരു കുഴപ്പവും ഇല്ലാതെ വരും. പക്ഷെ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് ടി വി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കാണ് ഒരു സൈഡിൽ നിന്ന് ഇവിടെ ബ്ലാക്ക് ഔട്ട് ആയി വരും. ഇതുവരെ ഞാനിത് സർവീസ് സെന്ററിലോ മറ്റു സ്ഥലങ്ങളിലോ ഒന്നും കാണിച്ചിട്ടില്ല, കാരണം ഇന്നലെ രാത്രി വന്നതേ ഉള്ളൂ. സോ ഇനിയും കാണിച്ചു കൊടുത്തതിന് ശേഷമേ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇത് ബോർഡ് കംപ്ലീറ്റ് റീപ്ലേസ് ചെയ്യേണ്ടി വരുമോ അതോ ചെറിയ കമ്പണൻസ് മാത്രമായിട്ട് മാറ്റാൻ കഴിയുമോ എന്നുള്ളത്. ഞാൻ യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായത് ഇതിന്റെ ഒരു ഡിസ്പ്ലേയുടെ കപ്പാസിറ്റർ അതിന് ഷോർട്ട് വന്നാലും ഇങ്ങനെ ഒരു കുഴപ്പം വരും. വലിയ ചെലവില്ലാതെ ചെറിയ രീതിയിൽ ഇത് നന്നാക്കി എടുക്കാം എന്നുള്ള ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടി. പക്ഷെ അത് ചിപ്പ് ലെവൽ സർവീസിങ് എല്ലാവരും ചെയ്യുമോ, എത്രത്തോളം സക്സസ് ആകും എന്ന് എനിക്കറിയില്ല. അല്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡിസ്പ്ലേ ബോർഡ് മുഴുവനായിട്ട് ഞാൻ റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു കുഴപ്പം കൂടെ ഇതിനകത്തുണ്ട്. അപ്പൊ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക, നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്തിട്ടിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കംപ്ലൈന്റ് വന്നതിന് എങ്ങനെയാണ് നമുക്ക് ക്ലിയർ ചെയ്തത് എന്നുള്ളതും കൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് എനിക്ക് ഷെയർ ചെയ്ത് തരാൻ സാധിക്കും. ഇതാണ് കംപ്ലൈന്റ്. ആദ്യം ഇങ്ങനെ ഒന്ന് ഫ്ലാഷ് ആവും. ഫ്ലാഷ് ആയി കഴിഞ്ഞാൽ ഈ സൈഡിൽ നിന്ന് ബ്ലാക്ക് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോ ഇങ്ങനെ ബ്ലാക്ക് ആയി ഇത് കംപ്ലീറ്റ്ലി ഒരു ബ്ലാക്ക് സ്ക്രീനായിട്ട് മാറും എന്നുള്ളതാണ് ഇപ്പൊ വന്നിരിക്കുന്ന കംപ്ലൈന്റ്. ഞാനിപ്പം ഓണാക്കിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് മാക്സിമം ആണ് വന്നിരിക്കുന്നത്. അത്രയുമായി ഇതൊന്ന് ചൂടായപ്പോഴത്തേക്ക് ഈ രീതിയിൽ ഇതിന്റെ ക്യാമറ കംപ്ലൈന്റ് ആയി മൊത്തത്തിൽ കംപ്ലൈന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ടി വിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഇതുണ്ടോ, തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് ബാക്ക് ലൈറ്റ് ഓൺ ആണ് എന്നുള്ളത്. ഡിസ്പ്ലേ മാത്രമാണ് പോയിരിക്കുന്നത്. ആക്ച്വലി ഇത് പാനലിന്റെ കംപ്ലൈന്റ് അല്ല, ബോർഡിന്റെ കംപ്ലൈന്റ് ആണ്. ആ കംപ്ലൈന്റിന് എങ്ങനെ ശരിയാക്കാൻ കഴിയും എന്നുള്ളത് ഞാൻ വീണ്ടും സർവീസ് സെന്ററിൽ കൊണ്ട് കാണിച്ച് അവരെ കൊണ്ടൊന്ന് നോക്കിയതിന് ശേഷം ഞാൻ ഇതിനകത്ത് അപ്ഡേറ്റ് തരാം. അപ്പൊ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് ഞാൻ നന്നാക്കിയത്
അതിന് എത്ര രൂപ എനിക്ക് ചിലവായി, എനിക്ക് എന്താണ് ചെയ്യേണ്ടി വന്നത് എന്നുള്ളത് ഞാൻ ഒന്നുകിൽ കമൻ്റ് ആയിട്ടിട്ട് ഹൈലൈറ്റ് ചെയ്തിടുകയോ അല്ലെങ്കിൽ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുന്നവർക്ക് ടി വിക്ക് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അതെങ്ങനെ ശരിയാക്കിയെന്നറിയാം. ഇനി ഓൾറെഡി ആരുടെയെങ്കിലും ടി വിയിൽ ഇതേ കംപ്ലൈൻറ്റ് വന്നിട്ട് നിങ്ങൾ ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എങ്ങനെയാണ് ചെയ്തത് എന്നുള്ളതും കൂടെ കമൻറ്റിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ അതെനിക്കും വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും കൂടെ പ്രയോജനമാവും. ഇത് ചെറിയൊരു വീഡിയോ ആണ്. എനിക്ക് ഇൻഫർമേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഇങ്ങനെ ഒരു പ്രശ്നം വന്നവർക്ക് ഇൻഫർമേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്തിട്ടിരിക്കുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഋഷഭ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.